അലാസ്കയിൽ തുടക്കമിട്ട സമാധാന ചർച്ചകൾക്ക് വൈറ്റ് ഹൌസിലെ നിർണായക കൂടിക്കാഴ്ചയിലൂടെ തുടർച്ച ലഭിക്കുമ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് വിരാമമായേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം. സെലൻസ്കിയുമായും യൂറോപ്യൻ നേതാക്കളുമായും നടത്തിയ ചർച്ചയിൽ ട്രംപ് ആഗ്രഹിച്ച പോലെ ഉടനടി വെടിനിർത്തലും സമാധാന കരാറും പ്രഖ്യാപിക്കാൻ സാധിച്ചില്ലെങ്കിലും പുടിൻ സെലൻസ്കി നേർക്കുനേർ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കാനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. യുക്രൈന് യുഎസിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സുരക്ഷാ ഉറപ്പ് ലഭിച്ചതാണ് മറ്റൊരു ഹൈലൈറ്റ്. ചർച്ചയ്ക്കിടെ 40 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണത്തിലൂടെ സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്ക് പുടിന്റെ സമ്മതം വാങ്ങിച്ചെടുക്കാനായി ട്രംപിന്. സെലൻസ്കിക്കും പരിപൂർണ സമ്മതം. സെലൻസ്കിയും പുടിനും ഒപ്പം ട്രംപും ചേർന്നുള്ള ത്രികക്ഷി ചർച്ചയാണ് പിന്നീട്. ഇതാണ് ട്രംപിന്റെ പ്ലാൻ. പക്ഷേ കരുതും പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇനിയുള്ള ചർച്ചയിൽ കടമ്പകൾ ഏറെയാണ്. ക്രിമിയയും ഡോൺബാസും ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ ഇരു കൂട്ടരും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തതിനാൽ വെല്ലുവിളി ചെറുതല്ലെന്ന് ഉറപ്പാണ്. പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ പിടിവാശി തുടരുന്ന പുടിനും വിട്ടു നൽകാൻ മനസ്സില്ലെന്ന് പറയുന്ന സെലൻസ്കിയും രണ്ടിലൊരാൾ വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് പറയുന്ന ട്രംപും ഇങ്ങനെ 3 തട്ടിൽ നിൽക്കുമ്പോൾ നേർക്കുനേർ ചർച്ചയിൽ നിലപാടുകളുടെ പോരാട്ടം ഒരുപക്ഷെ കാണേണ്ടി വന്നേക്കാം. പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുള്ള വിട്ടുവീഴ്ചയ്ക്ക് യൂറോപ്യൻ നേതാക്കളും തുടക്കത്തിലെ തന്നെ നോ പറഞ്ഞതാണ്. അതിനാൽ ഇരുവരെയും ഒന്നിച്ചിരുത്തിയുള്ള ചർച്ചയ്ക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞ ട്രംപിന്റെ തലയിലും പുകയുന്നത് ഇതേ കാര്യമാകും. സമാധാനത്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന ചോദ്യത്തിന് പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച കഴിയും വരെ കാത്തിരിക്കൂ എന്നതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഉത്തരം.